ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ട്രോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. പുതിയൊരു ട്രോൾ വീഡിയോയുമായി നമ്മൾ വരികയാണ്. PK ട്രോൾസ് എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയാമല്ലോ, മൊത്തം ഫുള്ളായി കാണിച്ചു തരുന്ന ഒരു ട്രോൾ വീഡിയോസാണ്. അപ്പോൾ നമുക്കെല്ലാം പരിചിതവുമായ ട്രോൾ വീഡിയോയിൽ ഇന്ന് പുതിയതായി വന്ന ട്രോളിൽ ആരാണെന്ന് അറിയണ്ടേ? സുരേഷ് കൃഷ്ണ. വില്ലനായി മിക്ക സിനിമകളിലും വരുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സ് വരെ വില്ലൻ വേഷത്തിൽ കൂടുതൽ യങ്സ്റ്റാറിനോടൊപ്പം, മെഗാസ്റ്റാറിനോടൊപ്പമൊക്കെ, മോഹൻലാലിനോടൊപ്പമൊക്കെ വളരെ കൺവീൻസിങ് ചെയ്ത് ഒരേ ഒരു സ്റ്റാറായിരുന്നു സുരേഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ പുതിയൊരു വൈറൽ ട്രോൾ വീഡിയോ നമുക്കൊന്ന് കാണാം. കള്ളോ കപ്പയോ കരിമീനോ കൊച്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. കഥ മൊത്തത്തിൽ മാറി. കക്ഷി കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? അത് ഒരവതാരമാ. സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അല്ല, അക്കരെ വണ്ടി വരില്ലല്ലോ. വല്യമ്പരാട്ടി ഇക്കരയ്ക്ക് നടന്നു വരുമോ? എങ്കിൽ പോയി എടുത്തോണ്ട് പോടാ. വേഗം ആശുപത്രി കൊണ്ടുപോവാ. നിനക്ക് ആശുപത്രി അറിയോ? വണ്ടിയിലോട്ട് കയറാം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. നന്ദിനിക്കുട്ടി, 1 minute. എന്നെ ഒത്തിരി നാണം കെടുത്തിട്ടുള്ളവളാണെങ്കിലും നന്ദിനിക്കുട്ടി ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോ ഞാനത് ചെയ്തു. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരം ചെയ്യാറില്ല. നിറം മാറിയപ്പോ കണ്ടോ ഒരു കാട്ടുപോത്ത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിൽ എടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. A few hours later. കൃഷ്ണദാസന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? കണ്ടാ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറിനെ ആ വിൽപത്രം തയ്യാറാക്കിയത് എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർക്ക്. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ സാത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूँ, पर मुझे पैसे चाहिए. कंडीशन याद है ना? 50-50. തീർച്ചയായും. അയ്യടാ, 50-50. ഇപ്പൊ തരാം. തെക്കോട്ട് നോക്കിയിരുന്നോ? എന്ത് വേണമെങ്കിലും തരാം. പക്ഷെ മേനോൻ നാട്ടിൽ തരും. Don't worry. 1 hour later. മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എങ്ങനെ തോന്നിയിടൂ ആ പാവ പെൺകുട്ടിയെ? യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ. തന്ത്രങ്ങളേ ഉള്ളൂ. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? അവന് വേണ്ടി നിനക്കൊക്കെ ചാവാന യോഗം. ജോർജ് കുട്ടി, എന്താ ഇത്? എന്നും പറയാൻ സമയമല്ല. പോലീസ് എന്താ തീരുമാനം? ഇനിയിപ്പോ ഞമ്മന്റെ ഓടണം അതോ ഇവിടെ നിൽക്കണം?
സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ, നമുക്കിത് പോലീസിനോട് പറയാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി. നീ എത്രയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തൊരു ഇവിടുത്തെ കരിച്ചിങ്ങനെ വരും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആൺകുട്ടിയെ ശ്രീബാലയുടെ കല്യാണം നടക്കും. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും തറവാടിത്തത്തിനും യോജിച്ച രീതിയിൽ തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കെട്ടും. 5 minutes later. കാന്റെ ബുദ്ധിയ വേറെ തന്നെ. പൂത്ത കാശല്ലേ പെണ്ണിന്റെ പേരില്. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയത് കൊള്ളാന്റെ അടുത്ത് തന്നെ കൊണ്ടു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? റസിയമോളെയും ഉമ്മയെയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ. അതിന് അനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. കൊണ്ടുപോയിക്കോളൂ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എനിക്കിനി പരോള് ഇറങ്ങാനോ പുറം ലോകം കാണാനോ ഒക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക. ഇനി എല്ലാറ്റിനും ഞാനുണ്ടാവും. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രക്ക് വലുതാടാ സേതുവിന്റെ സാമ്രാജ്യം. നടന്നിച്ച് തലവരെ വന്ത സുട്ട സെത്ത റിപ്പീറ്റ്, വന്ത സുട്ട സെത്ത റിപ്പീറ്റ്. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവരാ. അവനെ വിശ്വസിച്ചൂടാ. നിങ്ങളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെ കാണാൻ പറ്റും. പക്ഷെ ആരാണ് നിങ്ങൾക്ക് വിശദീകരിച്ചത്? SP വിനോദ് കൃഷ്ണയാണ് എനിക്ക് വിവരം തന്നത്. പണം കിട്ടിയില്ലേ? ഇനി എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അങ്ങനെ ഇപ്പൊ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റൂ. കർത്താവായിട്ട് ഓരോ വഴി കാണിച്ചു തരുമ്പോ നമ്മളായിട്ട് അത് തട്ടിക്കളയരുത്. ഇത്രയും കാലം ഇവരുടെ ഒക്കെ മനസ്സിൽ പകയുടെ വിഷം കുത്തിവെച്ചത് നീയായിരുന്നല്ലേ? ചതിയോ? എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. This is cheating. இன்னைக்கு வருவா சுவா சாவா ரிப்பீட். முடியல தலைவரே, முடியல தலைവരെ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറിപ്പറിയാം. അറിയാടാ, ഈ മാസാണ് മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അടുത്തത് ജോണി ആന്റണി ഫിലിം. ആ അതെ, എന്റെ ക്യാരക്ടറോ അതിലൊരു മാറ്റമല്ല മോനെ. വില്ലൻ, നല്ല ബെസ്റ്റ് വില്ലൻ. അത് തന്നെ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ അപ്പോൾ നമ്മൾ വീണ്ടും തിരികെ വരികയാണ്. കൺവീൻസിങ് സ്റ്റാർ ഒരു മരണമാസ് ട്രോളായിരുന്നു. കണ്ടിട്ട് വലിയ ഒരു മാസ് കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം PK ട്രോൾസിന്റെ ഇത്രയും വലിയ ട്രോൾ, അതും വൈറലാകാൻ പറ്റുന്ന, അടിച്ചു കയറി വാ എന്ന റിയാസ് ഖാന്റെ പകരം ഇപ്പം വരുന്നത് കൺവീൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ. സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരിൽ അഭിനേതാക്കൾക്കും സോഷ്യൽ മീഡിയയ്ക്കും പല പേരുകളും സമ്മാനിക്കാറുണ്ട്. വായ സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ, ഇൻവെന്റൽ സ്റ്റാർ എന്നിങ്ങനെ വിവിധങ്ങളാണ് പേരുകൾ. ആ കൂട്ടത്തിൽ കൺവീൻസിങ് സ്റ്റാർ, ഇത് പുതിയൊരു സ്റ്റാറാണ് എന്ന പേര് നേടിയ നടനാണ് സുരേഷ് കൃഷ്ണ. ഏത് കഥാപാത്രത്തെയും മനോഹരമായി അവതരിപ്പിക്കുന്ന നടനാണ് സുരേഷ് കൃഷ്ണ. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങൾക്കായിരുന്നു ഏറെ ആരാധകർ. അതിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവായിരിക്കും. ഭാര്യയുടെ സഹോദരൻ ക്രിസ്റ്റിയെ മോഹൻലാൽ കുയിൽ കൊണ്ട് ചാടിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ജോർജ് കുട്ടി ബാങ്കിലെ ഒരു സാധാരണ ജീവനക്കാരനായ ക്രിസ്റ്റി അധോലോക രാജാവായി മാറുന്നതിന്റെ കാരണക്കാരൻ ജോർജ് കുട്ടി മാത്രമാണ്. ആക്രമിക്കാൻ വന്നവരെ കൊലപ്പെടുത്തിയ ശേഷം ജോർജ് കുട്ടി ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നിഷ്കളങ്കനായ ക്രിസ്റ്റി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, സ്വയം രക്ഷയ്ക്ക് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നു. തോക്ക് ക്രിസ്റ്റിയുടെ കൈകളിൽ ബലമായി പിടിച്ച് നീ എന്ന പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം എന്ന് പറഞ്ഞ് ജോർജ് കുട്ടി രക്ഷപ്പെടുകയാണ്. വളരെ സാമർഥ്യമായി ക്രിസ്റ്റിയെ കൊലയിലേക്ക് കൊടുത്ത് സംഭവത്തിൽ നിന്ന് തടിയൂരുകയാണ് ജോർജ് കുട്ടി. ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ഈ രംഗം കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആളുകളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് നന്നായി അറിയാമെന്നാണ് ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്നാൽ
എന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം. ഇതോടെയാണ് സുരേഷ് കൃഷ്ണയ്ക്ക് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേര് ലഭിച്ചത്. എന്തായാലും ഈ താരപദവി ആഘോഷിക്കുകയാണ് മരണമാസ് സിനിമ ടീം. സുരേഷ് കൃഷ്ണയുടെ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ശിവപ്രസാദ്, അഭിനേതാക്കളായ രാജേഷ് മാധവൻ, സിജു സണ്ണി എന്നിവരാണ് ഈ വീഡിയോയിലുള്ളത്. കൺവിൻസിംഗ് സ്റ്റാർ പൂർണ്ണമായും കൺഫ്യൂസ്ഡ് ആൻഡ് കൺവിൻസ്ഡ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സുരേഷ് കൃഷ്ണയെ കൺവിൻസ് ചെയ്ത് തടിത്തപ്പുന്നതാണ് വീഡിയോയിലുള്ളത്. അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ വളരെ ഗംഭീരമായിരിക്കുന്നു. സുരേഷ് കൃഷ്ണ എന്ന നടനെ നമ്മൾ വില്ലൻ കഥാപാത്രമായിട്ടും സഹനടനായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വില്ലൻ കഥാപാത്രത്തിൽ വരുമ്പോഴാണ് വേറൊരു വ്യത്യസ്തമായ ഒരു വില്ലനായിട്ടാണ്. ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വില്ലന്മാരെ കൂട്ടത്തിലായിരുന്നു സുരേഷ് കൃഷ്ണ എന്ന മലയാളി എന്ന് പറയുന്ന ആ വില്ലൻസ് കൊണ്ടുവരുന്നത്. അതാണ് കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ പോയി വരാം. ബൈ ഫോർ എവർ.